ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു നമസ്തേ കൊച്ചി. അപ്പൊ ഇന്ന് ഞാൻ എന്റെ ഫേസ് ഭൂരിഭാഗം വീഡിയോസിൽ ഞാൻ കാണിക്കത്തില്ല. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ നമ്മുടെ നാട്ടില് കാണാത്തൊരു ഡിഷാണ് അഡോബോ. പോർക്ക് അഡോബോണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഗൈസ്, എന്റെ ഫ്രണ്ട് നാറ്റി, I call her Natty, and she's a nurse from Filipino. And എൻ്റെ വീഡിയോസൊക്കെ സ്റ്റാറ്റസിൽ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ കാണുമ്പോൾ കാണാറുണ്ട്, യൂട്യൂബിൽ അങ്ങനെ കാണാറില്ല. സോ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു എന്ത് വേറെ വേറെ വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ പാടില്ലേ. ഞാൻ ചോദിച്ചു നിങ്ങളുടെ അവിടുത്തെ ഫേമസ് ഫുഡ് എന്താണെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞ കാര്യമാണ് അഡോബോ എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്നോട് ചിക്കനിലാണ് ചെയ്യാൻ പറഞ്ഞത്. സോ ഐ ഹാഡ് എ പോക്ക് വിത്ത് മീ, സോ ഐ വിൽ ഡു വിത്ത് ദാറ്റ്. ആൻഡ് ലെറ്റ്സ് റിമെമ്പർ Natty for this. And let's go guys, get some pork to do adobo. Guys, ഇത് നമ്മുടെ QDC എന്നാണ്. ഞാൻ ഖത്തറിലാണ് താമസിക്കുന്നത്. സോ QDC എന്നാണ് നമുക്ക് പോർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ സ്റ്റോഴ്സിലൊന്നും നമുക്ക് പോർക്ക് അവൈലബിൾ അല്ല. സോ ഇത് കഴിഞ്ഞ അപ്പം തന്നെ ഞാൻ മേടിച്ച് വെച്ചതായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഈ ഫ്രഷ്ലി പോർക്ക് നമുക്ക് അഡോബോ ആയിട്ട് ഉണ്ടാക്കാം. സോ ദാറ്റ് ഞാൻ ഇതിന്റെ സ്കിന്നൊന്നും കളയണില്ല, ബിക്കോസ് സ്കിന്നാണല്ലോ പോർക്കിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ സ്കിന്നാണ്. സോ വി വിൽ കട്ട് വിത്ത് ദിസ് നൈഫ്. നല്ല രീതിക്ക് കട്ട് ചെയ്തെടുക്കാം. സി ഹൗ സ്മൂത്ത് ഇറ്റ് ഈസ്. കത്തി ഖത്തറിൽ കത്തിക്കൊക്കെ നല്ല വിലയാടും. എൻ്റെ പൊന്നേ, ഒരു കത്തി തപ്പി പോയിട്ട് സിറ്റി സെന്ററിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അറിയാം. സിറ്റി സെന്ററിൽ ഇവിടെ നല്ല വാക്കത്തിയൊന്നും കിട്ടാൻ വകയില്ല കേട്ടോ. എൻ്റെ അറിവ് വെച്ച് സിറ്റി സെന്ററിൽ ഞാൻ പോയപ്പോണ്ടല്ലോ, ഞാനൊരു ടാവിയോല എന്ന് പറഞ്ഞിട്ടൊരു ക്രോക്കറി ഷോപ്പിൽ കയറി. ദാറ്റ്സ് എ കുക്ക് വെയർ ഷോപ്പ്. അവിടെ കത്തി തപ്പിച്ചെന്താ 12,000 രൂപ കത്തിയൊന്നും മേടിക്കാനുള്ള ആസ്തി ഇപ്പം എനിക്കില്ലാത്തതുകൊണ്ട് 2,000 രൂപയുടെ ഈ നൈഫ് മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഡൈസോ ജപ്പാൻ അല്ലേ, നമ്മുടെ എല്ലാവർക്കും അറിയാമായിരിക്കും സിറ്റി സെൻറ്ററിൽ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഈ കത്തി മേടിച്ചത്. അടിപൊളി കത്തിയുണ്ടോ, പക്ഷേ എല്ലൊന്നും ഞാൻ മുറിച്ച് നോക്കിയിട്ടില്ല, പക്ഷെ എന്നാലും നല്ലതാണ്. സോ ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ വി ഹാവ് ടു സ്ലൈസ് ഇറ്റ് ദ അതർ വേ. വെയിറ്റ്, ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഗൈസ്, ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതിലോട്ടാണ് ഞാൻ അരിഞ്ഞിടാൻ പോണത്. എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല പരിപാടി. സോ വിൽ കട്ട് ഇറ്റ്. ഇതും നമ്മൾ ഒരു 2 പീസായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. സി, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ആൾക്കാർ പുതിയ ടൈപ്പ് ഓഫ് ചോപ്പിംഗ് സാധനങ്ങൾ മേടിക്കുന്നത്. പക്ഷേ എനിക്ക് എന്തോ വുഡിൻ്റെ അത്രയും പെർഫെക്ഷനിസം വേറെ ഒരു ചോപ്പിംഗ് ബോർഡിലും കിട്ടണില്ല. എൻ്റെ കയ്യിലില്ല, പക്ഷെ എന്നാലും ഞാൻ കണ്ടെടുത്തൊക്കെ വെച്ച് നോക്കുമ്പോഴേ അപ്പം അങ്ങനെയാണ്. അപ്പം ഗൈസ്, ഇത് ഞാൻ കഴുകി എടുത്ത പോർക്കാണ്. കഴുകി എന്ന് തുടച്ചൊക്കെ എടുത്ത പോർക്കാണ്. അപ്പം നിങ്ങൾ ആരും വിചാരിക്കരുത് കഴിവാണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കണേന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എൻ്റെ പോലെ എന്നാ ടേസ്റ്റ്. ഞാൻ ജനിച്ചത് അങ്കമാലിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അറിയാൻ പാടില്ലാത്ത ആൾക്കാരോട് ഞാൻ പറയണത്, ഞാൻ ജനിച്ചത് അങ്കമാലിയിലാണ്. പോർക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ അങ്കമാലിക്കാരുടെ പോർക്കാണ് ബെസ്റ്റ്. അതിൻ്റെ അത്രയും ടേസ്റ്റ് വേറെ അവിടെയും കിട്ടത്തില്ല. അങ്കമാലി പോർക്കും കുറുക്കും അയ്യവാ, ഇവിടെ ഞാൻ ചില സമയത്ത് ഉണ്ടാക്കാറുണ്ട് കേട്ടാ. പോർക്കും കുറുക്കൊക്കെ കൊതുകും ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി പോർക്കും കുറുക്കും. അപാര ടേസ്റ്റ് ആയിരുന്നു മക്കളെ, ഒരു രക്ഷയില്ലാത്ത സംഭവം. അത് അമ്മച്ചി ഉണ്ടാക്കണതാണ് ബെസ്റ്റ്. പണ്ടുണ്ടല്ലോ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാൻ മമ്മിയുടെ ഫാമിലിയുടെ ഒപ്പം നിന്നത്. ഞാനും മമ്മി, പപ്പ പുറത്തായിരുന്നു, യൂറോപ്പിലായിരുന്നു. ഞാനും മമ്മിയും അമ്മച്ചിയുടെ വീട്ടിൽ മമ്മിയുടെ ഫാമിലിയിലാണ് നിന്നത്. അപ്പോൾ അവർ എത്ര 5 മെമ്പേഴ്സ്. ആദ്യം കുറേ മമ്മിക്ക് കുറേ സിബ്ലിങ്സ് ഒക്കെ ഉണ്ട്. 4 സിബ്ലിങ്സ് ഉണ്ട്. അതിലൊരാണാണ്, ബാക്കിയുള്ളത് 3 പെണ്ണുങ്ങളാണ്. അപ്പം ഇത്രയും പേരൊക്കെ കല്യാണത്തിന് മുമ്പ്, അവരുടെയൊക്കെ കല്യാണത്തിന് മുമ്പ് നിന്ന ടൈമിലൊക്കെ
ഈ അമ്മച്ചി അപ്പച്ചനെ ഇറച്ചി മേടിച്ചോണ്ട് വരും. അപ്പച്ചൻ മേടിക്കണത് ഇത്രയും പേർക്കും കൂടി തികയത്തില്ല. പക്ഷെ എന്നാലും കുറച്ച് ഇറച്ചി എന്തായാലും ഞായറാഴ്ച ഇറച്ചിയില്ലാത്ത പരിപാടിയില്ല. ഞായറാഴ്ച മാത്രമേ ഞങ്ങളവിടെ ഇറച്ചി മേടിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇറച്ചി ചിക്കനും ബാക്കി മീനൊക്കെ ഉണ്ടാവും. ഇറച്ചി ഞായറാഴ്ചയാണ് എൻ്റെ ഓർമ്മയിലൊക്കെ അപ്പച്ചൻ മേടിക്കാറ്. അപ്പം മേടിക്കും. എന്നിട്ട് എന്തിട്ടാണ് കറി വയ്ക്കും. 1/2 കിലോ വയ്ക്കാൻ മേടിക്കത്തുള്ളൂ അപ്പച്ചൻ. എന്നിട്ട് അമ്മച്ചി അതത്രയും പേർക്ക് ഒരു നേരം അല്ല പുള്ളിക്കാരത്തി ഒപ്പിക്കണത്, 2 നേരം ഒക്കെ ഒപ്പിക്കും. എൻ്റെ പൊന്നു മക്കളെ, ആ ഒരു സ്കില്ല് ഇന്നത്തെ ഒരു പെണ്ണുങ്ങൾക്കും ഒരു കുക്കിംഗ് ലൈഫ് മാനേജ്മെൻറ്റിൽ ഇല്ലെന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് അങ്ങനെയൊക്കെ കുപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇന്നിപ്പോൾ ഒരു മൊത്തം പുള്ളി ചിക്കനാണ് ഓരോ ആൾക്കാരും കഴിക്കണം. അന്നൊക്കെ 1/2 കിലോ ഇറച്ചി അത്രയും പേർക്ക് കഷ്ണമിട്ട് വെച്ച് ആ കഷ്ണത്തിൻ്റെ ഇറച്ചിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കഷ്ണം ഇറച്ചിയുടെ വെള്ളത്തിൽ വേവിച്ച് അതും ഒലത്തി ചോറൊക്കെ കഴിക്കണം. എൻ്റെ പൊന്നു മക്കളെ, അതൊരു വേറെ തന്നെ മൂടാണ്. അതിലൊന്നും പറയാനില്ല. അമ്മച്ചിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മച്ചി എല്ലാ പെരുന്നാളിലും കുത്തിപ്പിടിച്ച് കുറേ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുവേ. എന്നിട്ട് ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ പിറ്റേ ദിവസം വരത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തി ആ സ്പെഷ്യൽ പെരുന്നാളിലുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ അതൊക്കെ തിന്നീർക്കണ ആരാന്ന് വെച്ചാൽ ഞാനായിരുന്നു. സോ ഗൈസ്, ദേ നമ്മുടെ പോർക്ക് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കണേന്ന് വളരെ കുറച്ച് ഐറ്റംസ് മതി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതൊന്ന് ഞാനൊന്ന് കഴുകി വെക്കട്ടെ. എനിക്ക് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഒന്ന് കുക്കിംഗ് വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാ എൻ്റെ കിച്ചൺ ക്ലീൻ അല്ലെങ്കിൽ ഞാൻ എടുക്കൂല വീഡിയോ. ഗൈസ്, ഞാൻ എൻ്റെ ലേറ്റസ്റ്റ് ചട്ടിയാണ്. ഇതൊക്കെ ഭംഗിയുള്ള ചട്ടി ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ചട്ടിയിൽ നമുക്ക് പോർക്ക് ചൂടാക്കാം. സ്റ്റൗ ഓൺ ചെയ്യട്ടെ. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോർക്കില്ലേ, പോർക്ക് ചട്ടിയിലിട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണയിൽ വേണം നമുക്ക് ബാക്കിയുള്ള പരിപാടികളും ചെയ്ത് തീർക്കാം കേട്ടോ. നമുക്കിത് കുറച്ച് മൂടി വെക്കാം. കുറച്ച് നേരം ഒന്ന് കുക്കാവട്ടെ. കുറച്ച് നേരം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിച്ചാലോ. ഇളക്കി കൊടുത്തിട്ട് പിന്നെ മൂടി വെക്കാം കേട്ടോ. Again we have closed it and we will cook it for some time. Okay, ഇൻഗ്രീഡിയൻ്റ് ഇല്ലാത്തൊരു സംഭവം 3 ചില്ലിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെറിയ ബോട്ടിൽ റൈസ് വെച്ചിട്ടുണ്ട്. നമുക്ക് അടവ് കഴിക്കാൻ പോകുന്നത് റൈസ് വെച്ചാണ്. സോ വി വിൽ കുക്ക് ദാറ്റ് റൈസ് apparently here in this stove and add some salt to it. Let it cook for that. എനിക്ക് പിന്നെ ഇങ്ങനെ സ്റ്റൗ ഞാൻ അരിപ്പൊടി ചേർക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലുണ്ട് ഈ അസുഖം? ഇതിൻ്റെ മൂടി കറക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് വെള്ളം പുറത്തോട്ട് ചാടുന്നുണ്ട്. ഐ ഹേറ്റ് ദാറ്റ് തിങ്. അങ്ങനെ ചാടുന്നതേ ഇതിന് വെള്ളം നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് കാണാം, അതായത് ഇപ്പം കണ്ടില്ലേ ഇതിൻ്റെ വെള്ളം നല്ല രീതിക്ക് പോർക്കിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നൗ ഇതിൻ്റെ ഓയിലിൽ തന്നെ കിടന്ന് ഇത് വറുത്ത് വന്നിട്ടാണ് നമ്മുടെ അടുത്ത പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. എന്താ നോക്കാൻ പരിപാടി? ഞാനത് ഫസ്റ്റ് ടൈം ആണോ കുക്ക് ചെയ്യണത്. ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കുന്നതിനും കഴിക്കുന്നതിനും വേണ്ടി ഫസ്റ്റ് ടൈമാണ് കുക്കിംഗ് പോർക്ക് അഡോബോ. ആൻഡ് ഇതെന്നോട് 2 ആഴ്ച മുന്നേ ആയി പുള്ളിക്കാരത്തി പറയുന്നത് ഇങ്ങനൊരു ഡിഷ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അറിയണത് പോർക്ക് അഡോബിനെ കുറിച്ച്. സോ ലെറ്റ്സ് സീ എങ്ങനെ വരും നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ പോർക്ക്
ഇനി തുറന്ന് വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഇതിൻ്റെ എണ്ണ ഇറങ്ങണം. കാണാൻ പറ്റും ഇത് ബ്രൗൺ കളറിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പോർക്ക്. സാധാരണ നമ്മൾ മേടിക്കുന്ന ഫ്രഷ്ലി പോർക്കാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക ഈ ഫാറ്റ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അഡോബ് കുക്ക് ചെയ്യുക. പക്ഷേ ഇത് ഐ നോ ഇറ്റ്സ് ബിറ്റ് എന്താ പറയുക ഫാറ്റ്ലെസ് ആയിട്ടുള്ള പോർക്കാന്ന് തോന്നുന്നു. ഒരു തൊലിക്കട്ടില്ലാത്ത പോർക്കായി പോയി നമ്മൾ. പക്ഷേ നോ പ്രോബ്ലം. വി വിൽ സീ. ഓയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഓയിൽ എന്ന് പറഞ്ഞാൽ സെസമി ഓയിലായിരിക്കും. ഇതിന് ഫാറ്റ് ഇറങ്ങുന്നുണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടുത്തെ കിട്ടുന്ന പോർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നാട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നെയ്യുള്ള പോർക്ക് നോക്കി മേടിക്കാം കേട്ടോ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ മാത്രം അതിന് പോയിച്ച പോലെ നിങ്ങളതിന് പോയിക്കണോ നോക്കിയത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായവും പറയണം കേട്ടോ. കുറച്ചും കൂടി എല്ലാം ഈവനായിട്ട് ബ്രൗണിഷ് ആയി കഴിയുമ്പോൾ നമുക്കിതൊക്കെ മാറ്റാം. ഇൻ കേസ് ഓയിലൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് സെസമി ഓയിൽ ആഡ് ചെയ്യാം. അതേ ഉള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള വഴി. ആൻഡ് ഓർക്കുന്നുള്ളൊക്കെ സംഭവം നന്നായിട്ട് വേവിച്ചിട്ടാണ് കഴിക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. സയൻറ്റിഫിക്കലി പോർക്കിൽ നല്ല രീതിക്കുള്ള പാരസൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്നിരുന്നാലും ഈ സംഭവത്തിന് നല്ല ടേസ്റ്റാണ്. അതാണ് അടുത്തൊരു കാര്യം. ഇതാണിങ്ങനെ കഴിഞ്ഞു പോണത്. റൈസിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനത് വറ്റിച്ചെടുത്ത് വേവിച്ച് സെറ്റാവുമെന്ന് ഡൗട്ടുണ്ട്. അളന്നിട്ടല്ല സെറ്റ് ചെയ്തേക്കാം. അതാണ് പ്രശ്നം. കൊള്ളാം. എന്തായാലും കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഇതെങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിക്ക് കുറച്ച് ഫാറ്റ് പിടിച്ചിട്ടുണ്ടേ. അത് പൊട്ടലും ചീറ്റിലൊക്കെ നമുക്ക് കേൾക്കാമെന്ന് ഞാൻ വിചാരിക്കണണ്ട. ഞാനെന്താണ് ഇങ്ങനെ പയ്യെ ശാന്തമായിട്ട് സംസാരിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വിശന്നിട്ട് വയ്യ. എനിക്ക് കഴിക്കുമെങ്കിൽ ഇത് ഉണ്ടാക്കിക്കണം കഴിക്കേ. അയ്യോ, നിങ്ങളിത് നോക്കുക ഗൈസ്. ഓ, എൻ്റെ കിച്ചൺ നശിപ്പിക്കാൻ വേണ്ടി വന്നു. ഇതിലുള്ള എല്ലാ ഫാറ്റും ഞാൻ വലിച്ചെടുക്കുന്നതായിരിക്കും. ഈ കണക്കിന് വലിക്കില്ല. നമ്മുടെ റൈസിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താണെന്നറിയില്ലല്ലോ. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം റൈസിൽ. പതപ്പിച്ച് കഴിക്കാം. സോ കം ബാക്ക് ടു. ആഹാ, ഇറങ്ങണുണ്ട് മക്കളെ, ഇറങ്ങണുണ്ട് കേട്ടാ. ഇതിലുള്ള ഫാറ്റൊക്കെ ഇറങ്ങണ്ടേ. അടിപൊളി പൊളിയടി. ഇത് കഴിഞ്ഞിട്ട് ഈ പാനിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പൊ ഈ പോർക്കൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റേണ്ടി വരും. എല്ലാം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി ആരാണ് തടി? എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടി സെസമി ഓയിൽ ആഡ് ചെയ്യേണ്ടി വരും ഇതിലോട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് വശം, അല്ലെങ്കിൽ ഇരിപ്പ് വശം. അല്ല, ഇത് കിടക്കണേ കിടപ്പ് വശം. അപ്പം നമുക്ക് ഈ പാനിലോട്ടല്ല ഈ പ്ലേറ്റിലോട്ട് ആ പോർക്ക് മാറ്റാം. കൈ വെച്ച് മാറ്റി കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. എടുത്തിട്ട് മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് ഹൊളതും കൂടി കരിഞ്ഞു മക്കളെ. നമ്മുടെ പോർക്ക് നല്ല ഭംഗി, നല്ല ഗോൾഡൻ കളറായിട്ട്
നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കണ്ടപ്പോൾ ഗോൾഡൻ കളറായിട്ട് ഇരിപ്പുണ്ട്. അടിപൊളി. തൈലാണെങ്കിൽ പറ്റാവുന്ന തൈലും എടുത്താൽ പോലെ സുറാജ്. ഓക്കെ, see beautiful, this is super, അടിപൊളി. എന്നാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ന് ലാസ്റ്റാണ് പറയുന്നത്. കൈ അഴക്കണം. നമുക്കിത് ഇത്രയും ഓയിലാണ് പോർക്കിൽ കിട്ടിയേക്കണത്. അതുകൊണ്ട് ആകുമെന്ന് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ആക്കി നോക്കാം അല്ലേ. യെസ്, ഈ ഒരു വലിയ വേലീഫ് ഞാനിങ്ങനെ മുറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 1 സ്പൂൺ ചോപ്ഡ് ജിഞ്ചർ, ഗാർലിക്. ജിഞ്ചർ ഇടുന്നുണ്ട്, ഗാർലിക് ഇടുന്നുണ്ട്. 2 സ്പൂൺ വൈറ്റ് ഓണിയൻ. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ചോപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കാം. ഒരു സംഭവം കൂടി ഇടാൻ മറന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇടട്ടെ. ഇത് നമ്മൾ പ്യൂർലി പോർക്കിൻ്റെ ഫാറ്റിലാണ് ഇപ്പം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പെപ്പർ മണീസ്, പെപ്പർ ബോൾ. ഇതിലോട്ട് ഞാൻ കുറച്ച് സോയാ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സോയാ സോസിലോട്ട് ഞാൻ തിക്കും നല്ല ഡാർക്കും പിന്നെ ആയിട്ടുള്ള 2 ടൈപ്പ് സോയാ സോസാണ് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളം എടുക്കാം. അതിപ്പോൾ ആഡ് ചെയ്യണ്ട, അവിടെ ഇരിക്കട്ടെ. കണ്ടില്ലേ ആ വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നത്. അവിടെ പോർക്ക്, വറുത്ത് വെച്ചേക്കണ പോർക്ക് വീണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ ഉണ്ട്, കണ്ടില്ലേ എണ്ണ ചുറ്റിട്ട് വീഴുന്നത്. ഓക്കെ, ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം, പിഞ്ച് ഓഫ് ഷുഗർ. ഷുഗറിൻ്റെ കാര്യത്തിലാണ് ഒരു പിഞ്ച്. ഇത് ഫിലിപ്പിനോസിൻ്റെ നാഷണൽ ഡിഷ് അല്ലേ, അപ്പോൾ പിന്നെ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും തോന്നൂലേ. പോട്ടെ, എൻ്റെ നാറ്റിക്ക് തോന്നൂലേ, അത് കാരണം. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് മാറ്റി വയ്ക്കാൻ പോണേ കേട്ടോ. ഇതെല്ലാം നമ്മൾ മിക്സ് ചെയ്യുക. എനിക്ക് ഈ സംഭവങ്ങൾ കുക്ക് ചെയ്യുമ്പോഴേ എന്താണ് ഇതിൻ്റെ ഈ ഭാഗത്തോട്ടൊക്കെ തെറിക്കണതിനോട് ഒട്ടും താല്പര്യമില്ല. ഐ ഹേറ്റ് ദാറ്റ് തിങ്. അതുപോലത്തെ ഇതായി. സോ നമ്മൾ അത് കഴിഞ്ഞു. ഈ കുറച്ച് വിനാഗിരി ഞാൻ കുറച്ച് ഒഴിക്കാം. ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത് വിനാഗിരി. ഇത് നമ്മുടെ ഫിലിപ്പിനോസിൻ്റെ വിനാഗിരിയാണ് കേട്ടോ, അവരുടെ തന്നെ എടുത്തേക്കുന്നത്. അത് ഒഴിച്ചിട്ടുണ്ട്. ദാറ്റ് മൂവ് അസൈഡ്. അടച്ചൊക്കെ കുറച്ച് പാടാണ്. ദെൻ നമ്മുടെ പെപ്പർ പൗഡർ ഇല്ലേ, പെപ്പർ പൗഡർ അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഇളക്കുക. അമ്പോ പൊളി.
then we are going to add some oyster socks അല്ല oyster sauce നമ്മൾ ആഡ് ചെയ്യാൻ പോകണ്ട. പൊളി. And yeah, baby, I'm doing a great job, but I can feel it. പൊളി ഒന്നും പറയാനില്ലടാ, ഒന്നും പറയാനില്ല. പൊളിയിട്ട അടിപൊളി. ദെൻ കുറച്ച് ഗാർലിക് പൗഡർ, ഗാർലിക് ആൻഡ് ഹെർബ്സ് ആണ്. ഗാർലിക് പൗഡർ അല്ലെങ്കിൽ ഗാർലിക് ആൻഡ് ഹെർബ്സ് നമ്മൾ പൗഡർ എന്തെങ്കിലും ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. That's it. പറക്കും പൊടിയൊക്കെ. And last but not least, we are adding some chili to it, full chili. Yep. നമ്മ മൊത്തം എന്താണ് പോർക്കിൻ്റെ ആ ഇതിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കണം. പോർക്കിൻ്റെ ആ ഓയിലിൽ തന്നെയാണ്, ഫാറ്റിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. അവിടെ വേറെ ഓയിൽ ആഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ആഡ് ചെയ്യണില്ല ഇതിലോട്ട്. I think this would be mouth watering. I think so. And wait a minute, നമുക്കൊരു ഐറ്റം കൂടി ആഡ് ചെയ്യും, പിഞ്ച് അജിനോമോട്ടോ. ഈ കൊറിയൻകാരും ഈ ഫിലിപ്പീനോക്കാരും തൈക്കാരും ഇപ്പം ഇതിൻ്റെ ആൾക്കാരാണ്. നമ്മുടെ പോർക്ക് അഡോബോ is ready here. Fantastic, beautiful. Hi guys, ഇത് എന്ത് കോലമെന്ന് ചോദിക്കരുത്, നല്ല ടയേർഡാണ്. പക്ഷെ എന്നാലും എനിക്ക് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, കൺസിസ്റ്റൻസി. സോ അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് റെഡി ആയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. സോ പോർക്ക് അഡോബോ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇത് അളന്നെടുക്കുന്നത് ബിക്കോസ് എനിക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ്. സോ ഞാൻ ഇതിനാണ് അളന്നെടുക്കുന്നത്. Okay, now we'll add some rice to it. ഞാൻ കഴിക്കുന്ന റൈസിൻ്റെ അളവ് നോക്കിക്കോളൂ. എങ്ങനെ ഒരു ചട്ടി കലന്തിക്കൊണ്ടിരുന്നു ഞാനോ. ഇപ്പം 100 ഗ്രാം റൈസാണ് കഴിക്കുന്നത്. തടി കുറഞ്ഞല്ലേ പറ്റുള്ളിപ്പിക്കില്ലേ അല്ലേ? അതെ. അപ്പം എൻ്റെ വെയിറ്റിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാ വീക്സും ഞാൻ ഇടുന്നതായിരിക്കും. ആർക്കെങ്കിലും പ്രോത്സാഹനപ്പെട്ട് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറഞ്ഞു. സോ നല്ല പോർക്കിൻ്റെ അഡോബോ ഇവിടെ റെഡിയാണ്. ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പൊ തന്നെ 100ആയി. മറ്റേ പോസ്റ്റ് എഗ്ഗില്ലേ, വാണിക്ക് എനിക്ക് പൊട്ടിച്ചത് കിട്ടിയില്ല, പോയി. അപ്പം ജസ്റ്റ് ഒന്ന് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണേ കേട്ടോ പോർക്കിൻ്റെ മുകളിൽ. Some sesame I am adding to this. Oh, beautiful man. Pork adobo and it's with rice and poached egg ആണ്. കഴിച്ചു നോക്കാം. See how beautiful it is. See, beautiful right? കഴിച്ചു നോക്കുന്നതിന് മുമ്പ് ഞാനൊരു പരിപാടി ചെയ്തോട്ടെ. നമ്മുടെ പോർക്ക് അഡോബോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകണം. ഞാനൊരു തമ്മിലുള്ള ഇതാണ് എടുത്തത്. സോ റൈസ്, poached egg
and some pork adobo. Very good. So good. Cheers. നല്ല സ്ഥിരം പരിപാടി. എൻ്റെ പേര് കോഴിക്കോട് പോകേണ്ടിരിക്കും. അടിപൊളി. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ പോർക്ക് അഡോബോ ട്രൈ ചെയ്യണം. ആൻഡ് യു വിൽ ലൈക്ക് ഇറ്റ്. ഇഫ് യു ആർ ഒരു എന്താ പറയുക എല്ലാ വെറൈറ്റീസ് ഓഫ് ഫുഡും ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇഷ്ടപ്പെടും. ഓറൽസ് യു ആർ എൻ ഓതൻറ്റിക് പേഴ്സൺ ആണെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധ്യത കുറച്ച് കുറവാണ്. പക്ഷെ എന്നാലും ഇഷ്ടപ്പെടും. ജസ്റ്റ് ട്രൈ ഇറ്റ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രം നമസ്തേ കൊച്ചി.